കേരളത്തിൽ ഓരോ ദിവസവും എലിപ്പനി ബാധിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എലിപ്പനി കേരളത്തിൽ എൻഡമിക് ആയിട്ടുള്ളൊരു അസുഖം ആയതുകൊണ്ട് തന്നെ മഴക്കാലം ആവുന്ന സമയത്ത് എലിപ്പനി വരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ തന്നെ എലിപ്പനി ഒരു ജന്തുജന്യ രോഗമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ലിങ്ക് ചെയ്യുന്ന എലി മാത്രം അല്ല മനുഷ്യരിലേക്ക് ഈ അസുഖം പരത്തുന്നത്. എലിപ്പനി എല്ലാ സസ്തനികളിലും കാണുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന നായകളിൽ നിന്നും പശുക്കളിൽ നിന്നൊക്കെ ഈ അസുഖം മനുഷ്യരിലേക്ക് വരാം. ഇന്ന് മൃഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ അസുഖം മനുഷ്യരിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് മൃഗങ്ങളിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ എലിപ്പനി ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറ എന്നൊരു സ്പൈറോക്കീറ്റ് ബാക്ടീരിയയാണ്. ഏകദേശം 21 സ്പീഷീസ് ഓഫ് ഈ ബാക്ടീരിയ ഉണ്ടെങ്കിലും 9 മാത്രമാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. മനുഷ്യരിൽ ഈ അസുഖം ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ് ആണ് മെയിനായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസുഖം തന്നെയാണ് നായ്ക്കളിലും എലിപ്പനി ഉണ്ടാക്കുന്നത്. ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ് കാനിക്കോള, അങ്ങനെ സെറോവാർ ചേഞ്ച് മാത്രമാണ്, അതായത് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളൂ. ഇനി എല്ലാ മൃഗങ്ങളിലും എലിപ്പനി കാണുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. മൃഗങ്ങളിൽ പിന്നെയെങ്കിലും ഈ അസുഖത്തിനെതിരെ പ്രതിരോധമുള്ള ഒരു ജീവി എന്ന് പറയുന്നത് പൂച്ചകളാണ്. വന്യജീവികളിലും ലെപ്റ്റോസ്പൈറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖത്തിനെ പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കാലാവസ്ഥയാണ് ഈ അസുഖത്തിന് ഒരു കാരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഈ ബാക്ടീരിയ ഏറ്റവും നന്നായിട്ടുണ്ടാവുക ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ്, അതായത് ഹ്യൂമിഡിറ്റിയും ചൂടുമുള്ള കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് മഴ കൂടിയുള്ള സമയത്ത്. ഇതിനുള്ള പ്രധാന കാരണം മഴ കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളവും ഈ അസുഖം പടരാൻ ഏറെ സഹായിക്കുന്നു എന്നതാണ്. മനുഷ്യരിലേക്ക് എങ്ങനെയാണോ ഈ ബാക്ടീരിയ വരുന്നത് അതേപോലെ തന്നെയാണ് നായകളിലും പശുക്കളിലും അങ്ങനെ എല്ലാ ജീവികളിലും ഈ ബാക്ടീരിയ പടരുന്നത്. എലിമൂത്രം കൊണ്ട് മലിനമായ ജലസ്രോതസ്സുകൾ, കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഉള്ള ചെറിയ മുറിവുകൾ വഴി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ നടക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും മനുഷ്യരിലേക്ക് ഈ എലിപ്പനി എത്തുന്നത്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ വരെ സാധ്യത കൂടുതലുള്ളത് മൃഗങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് ഈ അസുഖം പിടിപെടാനും സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പുഴകളിലും കുളങ്ങളിലൊക്കെ നീന്താൻ പോകുന്ന നായകൾ, പിന്നെ നായ ആയതുകൊണ്ട് തന്നെ എലിനെ പിടിക്കാനുള്ള ടെൻഡൻസി വരെ ഇവർക്ക് കൂടുതലാണ്. അങ്ങനെ അസുഖം വരാനുള്ള സാധ്യത മനുഷ്യരിനേക്കാളും നായകളിലാണ് കൂടുതൽ. ഇനി അസുഖ ലക്ഷണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നായകളിൽ പ്രധാനമായിട്ടും പനി, ഛർദി, കൂടുതലായി വെള്ളം കുടിക്കുക, കൂടുതലായി മൂത്രം ഒഴിക്കുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ ലക്ഷണങ്ങളിൽ ഒരിക്കലും നമുക്ക് കൺക്ലൂസീവായിട്ട് ഇന്ന അസുഖമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പനിയും ഛർദിയും ഒക്കെ ഒരുപാട് അസുഖങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ഈ ലക്ഷണങ്ങളൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. ഈ കാരണം കൊണ്ടാണ് പ്രധാനമായും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. കാരണം ഈ അസുഖങ്ങളുടെ ലക്ഷണം മാറിയാലും ഈ ബാക്ടീരിയ നായയുടെ പല ഓർഗണിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ മൾട്ടി ഓർഗൻ ഫെയിലിയർ, ഇത് കാരണം മരണപ്പെടാൻ വരെയുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ മൂത്രത്തിൽ ചോര കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മനുഷ്യരിൽ കാണുന്ന പോലെ തന്നെ മഞ്ഞപ്പിത്തം കാണാനുള്ള സാധ്യതയുണ്ട്. മഞ്ഞ കളർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നായകളുടെ കണ്ണുകളുടെ വെള്ള ഭാഗത്തും മോണയുടെ ഭാഗത്തുമാണ്. നിങ്ങളുടെ നായയുടെ പനി 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ കണ്ണിലോ അല്ലെങ്കിൽ മോണകളിലോ മഞ്ഞ നിറം കാണുന്നുണ്ട് വെച്ചാൽ ഇതിൽ ഏത് ലക്ഷണം കണ്ടാലും നിങ്ങളൊരു വെറ്റിനറി ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണിക്കുന്നതാണ് നല്ലത്. അവരാദ്യം ചെയ്യുക ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ടെസ്റ്റ് ചെയ്യുകയായിരിക്കും. അതിലെന്തെങ്കിലും ഡീവിയേഷൻ കണ്ടാലാണ് കൂടുതൽ ടെസ്റ്റുകളിലേക്ക് പോവുക. ഇനി പശുക്കളിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അകിട് വീക്കാണ്. നമ്മൾ സാധാരണയായി കാണുന്ന അകിട് വീക്കത്തിന് വിപരീതമായിട്ട് അകിട് കല്ലിക്കുകയല്ല ചെയ്യുക, പകരം ഭയങ്കര സോഫ്റ്റ് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ അകിട് വീക്കത്തിന്, അതായത് മാസ്റ്റൈറ്റിസിന് ഫ്ലാബി അഡർ എന്നാണ് പറയുക. എലിപ്പനിയുടെ മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പാലിലൂടെ ചോര കലർന്ന് റോസ് നിറത്തിൽ പാൽ കാണപ്പെടുക എന്നതാണ്. പലപ്പോഴും ഈ പാല് കറക്കുന്ന സമയത്തൊക്കെ ചോര പൊടിയാറുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. എല്ലാ മുലക്കാമ്പുകളിൽ നിന്നും ചോര കലർന്നിട്ടുള്ള പാലായിരിക്കും കിട്ടുക. ഈ പാല് കുടിച്ചാലും മനുഷ്യരിലേക്ക് ഈ എലിപ്പനി പടരാനുള്ള സാധ്യതയുണ്ട്. അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാ മൃഗങ്ങളിലും ഉണ്ട്. പശു, പന്നി, കുതിര, നായ എന്നിങ്ങനെ. ഇനി കുതിരകളിൽ കാണുന്ന ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മൂൺ ബ്ലൈൻഡ്നെസ് ആണ്. ഈ പേര് വരാൻ കാരണം ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് ലൂണാർ സൈക്കിളായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ട് എന്നാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണെന്നും അത് കണ്ണുകളിൽ അടിയുന്നത് കാരണമാണ് കണ്ണുകളിൽ പാട പോലെ കെട്ടുന്നത് എന്നുമാണ്.
ഇനി നായയുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എലിപ്പനിക്ക് ഒരു നീണ്ട കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ പൊതുവെ കൊടുക്കാറ്. 2 ആഴ്ച വരെ ഇത് നീണ്ടു നിൽക്കും. ഇതിനുള്ളൊരു പ്രധാന കാരണം നായകൾ ഈ അസുഖത്തിൻ്റെ ഒരു മെയിൻ്റനൻസ് ഹോസ്റ്റ് ആണ് എന്നുള്ളതാണ്. മെയിൻ്റനൻസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ മാറിയാലും ഒരുപാട് കാലം, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ഈ അസുഖം നായകൾ യൂറിൻ വഴി പടർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് കാലത്തേക്ക് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. സോ ലക്ഷണങ്ങൾ മാറുമ്പോൾ അസുഖം മാറി എന്ന് കരുതി ഒരിക്കലും നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കണം നിർത്തരുത്. ജന്തുജന്യ രോഗമായതുകൊണ്ട് തന്നെ അസുഖമുള്ള സമയത്ത് ഈ നായകളെ പരിചരിക്കുമ്പോൾ ഗ്ലൗസ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലുള്ള നായ്ക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ അസുഖം വന്ന് നിങ്ങൾ അതിനെ പരിചരിച്ചിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആൻറ്റിബയോട്ടിക് കോഴ്സ് എടുക്കേണ്ടതാണ്. ഇതൊക്കെയാണ് മൃഗങ്ങളിൽ ഈ അസുഖത്തിനുള്ള ലക്ഷണങ്ങളും ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ അസുഖം പടരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതല്ല മറ്റേതെങ്കിലും അസുഖത്തിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നായയുള്ള നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നു പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.